ഹലോ, എനിക്ക് കുറെ അധികം റിക്വസ്റ്റ് വരുന്ന ഒരു കാര്യമാട്ടോ ചേച്ചി. എന്തെങ്കിലും കുറച്ച് അറബി വാക്കുകളൊക്കെ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരാമോ? അറബി വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ ഒന്നും അറിയാതെ വരുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറയും. അത് പ്രശ്നമില്ല, നമ്മൾ ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ചിരുന്നാൽ മതി. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഒട്ടും അറബി ഒന്നും അറിയണ്ടായിരുന്നില്ല, സലാം പറയാനൊക്കെ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നതിന് ശേഷം പഠിച്ചതാ. എങ്കിലും ഞാൻ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാട്ടോ കുറച്ച് വാക്കുകൾ ഇപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പേഷ്യന്റിനായിരിക്കും കൂടുതലും ഇംഗ്ലീഷ് അറിയാണ്ടുണ്ടാവുള്ളൂ. പേഷ്യന്റ് റിലേറ്റീവ്സിനൊക്കെ ഇംഗ്ലീഷ് അറിയുണ്ടാവും. അപ്പോൾ നമ്മൾ പേഷ്യന്റിനോട് തൽക്കാലം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും പിന്നെ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാട്ടോ, എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇടാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാൻ എന്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പേഷ്യന്റ് കെയറിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ പേഷ്യന്റിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യേണ്ടത് സലാം പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മളാണ് സലാം പറയണമെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയാം. അപ്പൊ അവർ തിരിച്ച് വാലൈക്കും അസ്സലാം എന്ന് പറയും. ഇനി അവരാണ് സലാം പറയുന്നതെങ്കിൽ നമ്മൾ തിരിച്ച് വാലൈക്കും അസ്സലാം പറയാം. അപ്പൊ ഗ്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയില്ല, അസ്സലാമു അലൈക്കും വാലൈക്കും അസ്സലാം. ഇത് നമുക്ക് ഇങ്ങനെ ഒത്തിരി എക്സ്പാൻഡ് ചെയ്തൊക്കെ പറയാട്ടോ. അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കാം, നമുക്ക് ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇത് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് എന്തായാലും പേഷ്യന്റ് അടുത്ത് ചോദിക്കാൻ പോണത് പേരെന്താന്നുള്ളതാണ്. അപ്പൊ പേരെന്താന്ന് ചോദിക്കാനായിട്ട് പല രീതിയിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ രീതിയിൽ നമുക്ക് പഠിച്ചു വെക്കാം കേട്ടോ. നമ്മൾ ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർ ചോദിക്കാം ഷൂ ഇസ്മിക് എന്നായിരിക്കും ചോദിക്കാം. ഷൂ ഇസ്മിച്ച് എന്ന് ചോദിക്കും. എന്താണ് പേര്? ഷൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് എന്നാണ്. ഇസ്മിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളോടാണ് ഇസ്മിക് എന്ന് ചോദിക്കുക. ഈ എന്ന് പറയുന്ന ഒരു പ്രൊനൗൺസ് വരും. ആണുങ്ങളോടാണെങ്കിൽ ഷൂ ഇസ്മിക് എന്ന് ചോദിക്കും. അപ്പൊ നമ്മളോടാകുമ്പോൾ ഒരു കൂടുതൽ ചോദിക്കുക ഷൂ ഇസ്മിക് അല്ലെങ്കിൽ ഷൂ ഇസ്മിച്ച്, ഷൂ ഇസ്മൈന്തി. അപ്പൊ എന്താണെങ്കിലും ഈ ഇസ്മ എന്നുള്ള ഒരു വേർഡ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പേരാണ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇനി ഇതിന് നമ്മൾ എങ്ങനെയാണ് തിരിച്ച് മറുപടി പറയാ? എന്റെ പേര് തസ്നി എന്നാന്ന് പറയണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് വഴികളുണ്ട്, അതിലൂടെ പറയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അന ഇസ്മ തസ്നി. അന എന്ന് പറഞ്ഞാൽ എന്റെ, അന ഇസ്മു എന്റെ പേര്. ഇസ്മ എന്നുള്ളത് നമ്മൾ ക്വസ്റ്റനിൽ ഉണ്ടായിരുന്നല്ലോ. തസ്നി എന്നാന്ന് പറയാം. ഇനി നമുക്ക് ഈ അന ഇസ്മ തസ്നി എന്നൊന്നും പറയാൻ കിട്ടുന്നില്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് അന തസ്നി എന്ന് പറയും. ഞാൻ തസ്നിയാണെന്ന് പറയാം. അപ്പൊ നമുക്ക് അവിടെ ഒരു മര്യാദ കുറവ് തോന്നുന്നുണ്ട് അന തസ്നി എന്ന് പറയുമ്പോൾ. പക്ഷെ അന ഇസ്മു തസ്നി എന്ന് പറയുകയും വേണം. അത്രയും വലുതായിട്ട് കിട്ടുന്നൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിനെ തന്നെ എന്റെ പേര് തസ്നി എന്നാണെന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെ നമുക്ക് ഷോർട്ടായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് ഇസ്മി തസ്നി. ഇസ്മി തസ്നി എന്ന് പറയുമ്പോഴും എന്റെ പേര് തസ്നി എന്നാണെന്ന് തന്നെയാട്ടോ പറയണേ. ഇസ്മു എന്നുള്ളതിന് നമ്മൾ ഇസ്മി നോക്കിയാൽ മതി. ഈ അറബിയിൽ നമ്മൾ എന്തിന്റെയും കൂടെ ഈ എന്ന് പറയുമ്പോഴത്തേക്കും എന്റെ എന്നുള്ളൊരു ഇതാണ് മീനിങ് അവിടെ വരുന്നത്. അപ്പൊ ഇസ്മി തസ്നി എന്ന് പറയുമ്പോൾ എന്റെ പേര് തസ്നി എന്നാണ്. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും മതി. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഷൂ ഇസ്മിക് എന്ന് ചോദിക്കും, എന്താണ് പേര് എന്നുള്ളതാണ്. അപ്പൊ അന ഇസ്മി തസ്നി, ഇസ്മി തസ്നി, അന തസ്നി. ഈ 3 രീതിയിൽ നമുക്ക് മറുപടി പറയാം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഭാഷ ആദ്യം സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് ആയിട്ട് തന്നെ ഇടുന്നത്. അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ ഞാൻ ഷെയർ ചെയ്ത് തരാം, നമുക്ക് പേഷ്യന്റ് കെയറിലേക്ക് ആവശ്യമുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ പറയാ, ഒരു 2-3 തവണ ഇങ്ങനെ പറഞ്ഞൊക്കെ ഒന്ന് നോക്കുക. അപ്പോഴേക്കും നമ്മുടെ നാവ് അതുമായിട്ടൊന്ന് യൂസ്ഡ് ആവും. അറബി പൊതുവെ പറയാൻ കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ.